2008 ഈ മാത്യു എന്ന് പറയുന്നത്. മാത്യു ഈ പലിശയ്ക്കൊക്കെ പൈസ കൊടുക്കുന്ന ഒരാളായിരുന്നു. ഈ മാത്യുവിന്റെ കാറ് അവിടെ ഉപേക്ഷിച്ച നിലയിൽ കാണുന്നു. മാത്യുവിനെ കാണുന്നില്ല. അപ്പോൾ അതൊരു മിസ്സിംഗ് കേസായിട്ട് അത് രജിസ്റ്റർ ചെയ്യുകയും അപ്പോൾ കോട്ടയം SP KG സൈമണാണ് ആ കേസ് അന്വേഷിച്ചത്, മിസ്സിംഗ് കേസായിട്ട്. 2008 മുതൽ 2016 വരെയും ഇത് ഒരു മിസ്സിംഗ് കേസായി അന്വേഷണം നടക്കുമായിരുന്നു. അപ്പൊ അതുവരെ ഇയാളെ പറ്റി ഒരു വിവരമില്ല. അപ്പൊ പോലീസ് ഒരു നിഗമനത്തിലെത്തിയത് പൈസയൊക്കെ പലിശയ്ക്ക് കൊടുക്കുന്ന ആളല്ലേ, എന്തെങ്കിലും സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് അയാൾ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കുന്നതായിരിക്കും എന്നാണ് പോലീസ് അതുവരെ കരുതിയിരുന്നത്. ഈ 2016 ഡിസംബർ ആയപ്പോൾ ഒരു ശനിയാഴ്ച ദിവസം ഈ മാത്യുവിന്റെ മകളെ കാണാൻ ഒരാൾ വരുന്നു. വാസു എന്ന് പറയുന്ന ഒരാൾ. ആ പരിസരത്തുള്ള ഒരാൾ തന്നെയാണ്. ഇവരുമായിട്ട് പൈസ കൊടുക്കൽ വാങ്ങലൊക്കെ ഉള്ള ഒരാളായിരുന്നു ഈ വാസു എന്ന് പറയുന്ന ആള്. ഈ വാസുവിന്റെ വീടെല്ലാം ഇവിടെ ഈ മാത്യുവിന്റെ വീട്ടിൽ ഈട് വെച്ച് അവർ പൈസ വാങ്ങിയിട്ടൊക്കെ ഉണ്ട്. മാത്യുവിന്റെ വീടെല്ലാം ഇവിടെയാണ്, വീടിന്റെ ആധാരം എല്ലാം ഇവിടെയാണ്. അപ്പൊ ഈ വാസു വന്നിട്ട് നൈസി എന്നാണ് ഈ മാത്യുവിന്റെ മകളുടെ പേര്. മാത്യുവിന്റെ മകളോട് വന്ന് ചോദിക്കും, എനിക്ക് എൻ്റെ പ്രമാണം എനിക്ക് തിരിച്ചെടുക്കണമെന്നുണ്ട്, അപ്പം അതൊന്ന് നോക്കിയെടുത്ത് വെച്ചേക്കോ എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ ഇവരുടെ നമ്പർ കൂടെ മോളുടെ നമ്പർ ഒന്ന് തന്നേക്കോ, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് നമ്പർ വാങ്ങിക്കൊണ്ട് ഇയാൾ പോകുന്നു. പിറ്റേ ദിവസമായപ്പോൾ, പിറ്റേന്ന് ഞായറാഴ്ച ഈ നൈസി പള്ളിയിൽ പോകാൻ വേണ്ടി ഇറങ്ങുവാണ്. ആ സമയത്ത് ഇയാളുടെ ഫോൺ വരുന്നു. എടുത്തപ്പോൾ അയാൾ ചോദിക്കും, മോളുടെ അച്ഛനെ ഇനി മോള് കാത്തിരിക്കണ്ട, അച്ഛൻ മരിച്ചു, അച്ഛനെ കൊന്നതാണ്, എൻ്റെ മകനാണ് കൊന്നത്.